ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ആമസോണിൽ നിന്നിട്ട് വാങ്ങിച്ച ഒരു സ്പീക്കറാണ്. ഇത് സ്പീക്കറാണ്. ഇത് മൈക്കോടെ കൂടെ ഉള്ളതാണ്. ഇതിലിപ്പോൾ മൈക്കും കിട്ടുന്നുണ്ട് നമുക്ക്. ഞാൻ ഇതിൻ്റെ തുറന്ന് കാണിച്ചു തരാം. തുറന്നിട്ടുള്ളതാണ് ആ സ്പീക്കറിൻ്റെ പെട്ടി. അത്യാവശ്യം നല്ലൊരു സ്പീക്കർ തന്നെയാണിത്. ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നത്. 847 രൂപക്കാണ് വാങ്ങിയിരിക്കുന്നത്. ആ പൈസ പോയില്ലെന്നൊക്കെ നിൽക്കുന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലൈന് കേട്ടോ. ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല. നമുക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി സ്പീക്കർ തന്നെയുണ്ട് അത്. ഇതിൻ്റെ ഉള്ളിൽ ആ സ്പീക്കർ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം. സ്പീക്കർ ഇതാക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതാണ് നമ്മളുടെ മൈക്ക്. ഇതാണ് നമ്മുടെ സ്പീക്കറും ഇത് നമ്മളുടെ മൈക്കുമാണ്. ഞാൻ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ സ്പീക്കർ കുട്ടനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാട്ടം നമ്മളെ സ്പീക്കർ. ഇതാണ് നമ്മൾ 847 രൂപയ്ക്ക് വാങ്ങിച്ച 10 വാൾട്ടിൻ്റെ സ്പീക്കറാണ്. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആമസോണിൻ്റെ ലിങ്ക് ഇടാം, സ്പീക്കറിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. 847 ഇതിൻ്റെ 16 വാൾട്ടിനുള്ളതുണ്ട്. ഇനി ചിലപ്പോൾ ഒരു 1200 രൂപ അടുത്ത് വരുന്നുണ്ട്. ഇനി 20 വാൾട്ടിനുള്ളതുണ്ട്. അത് ആമസോണിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി നമ്മൾ മൈക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്. നമ്മൾ പീട്രോൺ മൈക്ക്. അത്യാവശ്യം നല്ല മൈക്ക് തന്നെയാണത്. ഇതാണ് നമ്മളെ 847 രൂപക്ക് വാങ്ങിച്ച പ്രൊഡക്റ്റ്. ഇനി ഇതിൻ്റെ പെട്ടിക്കുള്ളിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനുള്ളിൽ നമുക്കൊരു സി ടൈപ്പ് ചാർജർ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വാറണ്ടി കാർഡ് അതിൻ്റെ സൈഡിൽ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി വില വേണമെടുക്കാം. ഞാൻ ഇത് ആമസോണിൽ വാങ്ങിച്ചപ്പോൾ സാധനം ഞാൻ വന്ന് ഇതിങ്ങനെ ഓണാക്കി നോക്കി. ഈ ലൈറ്റ് ഒന്നും കത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പീട്രോൺകാർക്ക് വിളിച്ച് ഈ സർവീസ് വാറണ്ടി ഉണ്ടല്ലോ, ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് സാധനം കൊണ്ടുപോയി. പുതിയ സാധനം തിരിച്ചു തന്നു. നല്ല ചാർജൊന്നും നമുക്ക് കൊടുക്കണ്ട, കാരണം വാറണ്ടി ഉള്ളതുകൊണ്ട് 1 വർഷം അങ്ങനെ ചാർജൊന്നും. അതുകൂടാതെ പിന്നെ ഞാൻ 7 ദിവസത്തിനുള്ളിൽ കിട്ടിയ ദിവസം തന്നെ ഞാൻ ഈ പീട്രോൺകാർക്ക് വിളിച്ചുകൊണ്ട് വേറെ പൈസ ഒന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. അതിൽ വല്ല എന്തോ 100 രൂപ 7 ദിവസം കഴിഞ്ഞ് എന്തോ 100-200 രൂപ കൊടുക്കണം. അതൊന്നും എനിക്കൊന്നും വേണ്ടി വന്നില്ല. നമുക്കതാ 4 ബട്ടൺസ് കാണാം. ഇതാണ് നമ്മളെ പവർ. ഇത് നമ്മളെ വോളിയം കൂട്ടാനും പിന്നെ ഇത് കുറക്കാനുള്ളത്. ഈ എം എന്ന് പറഞ്ഞുള്ളതാണ് ഈ ലൈറ്റിൻ്റെ മോഡ്. ഇതിങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി. നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് ഓണായി. നമുക്ക് വേണമെങ്കിൽ വേറെ ലൈറ്റൊക്കെ മാറ്റാം. ഇതിപ്പോൾ പാട്ട് വെച്ചാൽ മാത്രമാണ് ഈ ലൈറ്റ് കത്തുള്ളൂ. ഈ എം എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഇങ്ങനെ അമർത്തുക. കണ്ടോ, 2 പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ മാറും. അത് വേറെ ലൈറ്റായി. ഇത് വേറെ തരം ലൈറ്റായി. ഇപ്പോൾ വേറെ ആയി. ഇപ്പോൾ വേറെ തരമായി. ഇപ്പോൾ വേറെ ലൈറ്റായി.
ഇങ്ങനെ ഇത്ര മോഡാണ് ലൈറ്റ് ഉള്ളത്. ലൈറ്റ് മോഡുകൾ ഞാൻ അമർത്തി നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ലൈറ്റ് മോഡ് സിസ്റ്റമാണ്. ഇതാണ് നമ്മളെ സ്പീക്കറിനെ പറ്റി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചത് നല്ല സാധനമാണ്. ഇതിൻ്റെ മൈക്കിൻ്റെ പവറൊക്കെ ഞാൻ നമുക്ക് കാണിച്ചു തരാം. അതാ നമുക്ക് ലൈറ്റ് നിന്ന് മാറ്റാം. റിവ്യൂ കാണിച്ചു തരാം ആദ്യം. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്പീക്കറിൻ്റെ അങ്ങനെ ആ സ്പീക്കറിൻ്റെ ഹോളും, പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ ഇതും കമ്പനിയും പിന്നെ അതുപോലെ മോഡലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വീണ്ടും സ്പീക്കറിൻ്റെ ഇങ്ങനെ ഫോട്ടോകൾ കാണാം. ഇതാണ് നമ്മളുടെ ഒരു ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കണ റബ്ബറിൻ്റെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ. എന്നാൽ ഇവിടെയൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഈ ഫുള്ളും പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓഡിയോ, പിന്നെ പോലെ മെമ്മറി കാർഡ്, പിന്നെ സി ടൈപ്പ് ചാർജിങ്. ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ചെറിയ ഹോളിൽ ലൈറ്റ് എത്തും. നമുക്ക് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 4 നോക്കാനുള്ളത്. ഇത് ഈ സാധനം ഇങ്ങനെ 4 അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ട് കേട്ടോ. സ്ക്രൂ അയച്ചു കഴിഞ്ഞാലാണ് സ്പീക്കർ തുറക്കാൻ പറ്റുള്ളൂ. നമ്മളത് ഇവിടെ വെച്ച് നമുക്ക് മൈക്ക് ഓൺ ആക്കണം. മൈക്ക് വീണ്ടും കുറേ ബട്ടന്. ഇത് പവർ, ഇത് സൗണ്ട് കൂട്ടാനുള്ളത്, ഇത് കുറക്കാനുള്ളത്, ഇത് ശബ്ദം മാറ്റാനുള്ളത്. നമുക്ക് ഓക്കെ നോക്കാം. നമ്മൾ മൈക്ക് ഓൺ ആക്കിയിട്ട് കണ്ട അവിടെ ലൈറ്റ് ആക്കി കുട്ടി നോക്കി നമുക്ക് ശബ്ദം കാണാം. നമ്മളൊന്ന് സംസാരിച്ച് നോക്കാം. ഹലോ. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത സ്പീക്കർ തന്നെ ഇട്ടതൊക്കെ. പിന്നെ അതവിടെ സൗണ്ട് കൂട്ടാളത് നമുക്ക് ഇങ്ങനെ ആക്കി ഹലോ. ഒന്നും കേൾക്കൂല കേട്ടോ, കാരണം നമ്മൾ സൗണ്ട് ഫുള്ളും കുറച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നും കേൾക്കൂല. നമുക്കിതെങ്ങനെ അങ്ങനെ കൂട്ടാം. മാക്സിമം ആണ് പറയണത്. മൈക്കിൻ്റെ മാക്സിമം വോളിയം ഇതാണ്. ഹലോ. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മൈക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാൻ പാടില്ല സ്പീക്കറിൻ്റെ, അപ്പോൾ ശബ്ദം ഇങ്ങനെ ഓളിടും. അതൊക്കെ നല്ല ഓളിയും കേട്ടോ. ഹലോ. അതുപോലെ ശബ്ദം കേൾക്കും. അടുത്ത് കൊണ്ടുപോകാൻ പാടില്ല, നമ്മൾ കുറച്ച് അകലത്തിൽ വേണം പിടിക്കണമെങ്കിൽ. നമുക്ക് മൈക്കും ഒന്ന് ഓഫാക്കാം. ഓഫായി, ഇവിടുത്തെ ലൈറ്റ് പോയപ്പോൾ ഓഫായി. ഇതെൻ്റെ ചാർജറാണ്. പിന്നെ നമ്മളിത് റിട്ടേൺ വീണ്ടും പീട്രോണിക്കാർക്ക് തന്നെ കൊടുത്തപ്പോൾ വേറൊരു പെട്ടി കിട്ടിയതാണ് പീട്രോണിൻ്റെ. ഇതിനുള്ളിൽ നമ്മുടെ ഇൻവോയ്സ് പേപ്പറൊക്കെയാണ്. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഓരോ കമ്പനിയും അതുപോലെ ഇവിടെ നിന്നാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട് ഇവിടെ 3199 രൂപ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആമസോൺകാർ നമുക്ക് തരുന്നത് 847 രൂപക്കാണ്. ഇത് നമ്മൾ ഫീച്ചർ കഥ ക്യാപിറ്റിംഗ് സൗണ്ട്, RGB ലൈറ്റ്, കരോക്ക മൈക്ക്, അതൊക്കെ നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ 10 വാട്ട് മിനി സ്പീക്കറാണത്, 10 വാട്ടിൻ്റെയാണ്. പിന്നെ ഇതാ നമുക്കിവിടെ പീട്രോൺ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ നല്ല ലോഗൊക്കെ കൊടുത്തിട്ടുണ്ട്. വെറുതെ അത്യാവശ്യം നല്ല. ഇനി നമുക്ക് പാട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാട്ട് വെച്ച് നമുക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ലൈറ്റ് എത്തും. ആ മോഡാക്കി ഇടാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പാട്ട് വെച്ചില്ലെങ്കിൽ ഈ ലൈറ്റ് ആയിരിക്കും. ഇനി പാട്ട് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പറഞ്ഞാൽ കാണിച്ചു തരാം. കഴിഞ്ഞിട്ട് പാട്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ പാട്ട് വെക്കാൻ പോകുന്നു. അപ്പോൾ പാട്ട് വെച്ചപ്പോൾ ലൈറ്റ് എത്തൽ തുടങ്ങി. പാട്ട് ഓഫ് ആയി കഴിഞ്ഞപ്പോൾ ലൈറ്റ് എത്തണില്ല. അതാണ് നമ്മൾ ഇതിലത്തെ പാട്ട് ഇങ്ങനെ വർക്കാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ലൈറ്റ് എത്തുക. ആ സിസ്റ്റമാണിത്.
ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫോണിലത്തെ ചാർജ് തീർന്നു. അതാണ് ഇപ്പോൾ പാട്ട് നിൽക്കാൻ കാരണം. നമുക്ക് ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കാം. ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാട്ടോ. നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്യാരൻറ്റിയോട് വാങ്ങിക്കാം നിങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും ചെറിയ വലിയ ലേറ്റ് വർക്കാവാത്ത കംപ്ലൈൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പീട്രോൻ്റെ നമ്പർ കസ്റ്റമർ കെയർ ഗൂഗിളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്തിട്ട് ഒരാഴ്ച സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ അവർ ഒക്കെ റെഡിയാക്കി തരും. അപ്പോൾ നമുക്കിതാ അത്യാവശ്യം നല്ല സ്പീക്കറൊക്കെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ആക്കി ഇടാം കേട്ടോ. ഇതാകുമ്പോൾ പാട്ട് മാത്രം വർക്കാവും. ഇത് മാത്രം ഈ ലൈറ്റ് വർക്കാവുള്ളൂ. ഇതാണ് നമ്മളെ മൈക്ക്. കുഴപ്പമില്ല. അടുത്ത് വെച്ചപ്പോൾ ശബ്ദം വന്ന്. ഇതിൻ്റെ അടിയിലാട്ടോ ചാർജ് ചെയ്യുന്ന ഇത് വരുന്നത്. മൈക്കിൻ്റെ അടിയിലുണ്ട്. മൈക്കുമ്പോൾ ചാർജ് ചെയ്യണം, എന്നാലേ വർക്കാവുള്ളൂ. ഈ മൈക്കിൻ്റെ അടിയിലാണ് സി ടൈപ്പ് ചാർജിങ്. നമ്മുടെ ഫോണിൻ്റെ ചാർജർ അല്ലെങ്കിൽ ഇതുമുള്ള ചാർജർ ഇതാ സി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജർ. സി ടൈപ്പ് ചാർജറിങ് ആണ്. ഇവിടെയാണ് ചാർജർ ടൈപ്പ് പോർട്ട് വരുന്നത്. ഇതാണ് ചാർജർ പോർട്ട്. മെമ്മറി കാർഡ് ഇത് ഓഡിയോയുടെ. പിന്നെ പോലെ ഇവിടെ ഫുള്ള് ലൈറ്റ് നല്ല അടിപൊളി സംഭവം തന്നെയാണിത്. നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ നടക്കാനൊക്കെ വരും. കണ്ട ഇത്രയുള്ളതൊക്കെ ആള് ആണ് ആകെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയണത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ ഇല്ലേ, ഇതെന്ന് പറയുന്നത് നമുക്ക് സൗണ്ട് മാറ്റാനുള്ളതാണ്. നമുക്ക് സൗണ്ട് മാറ്റിയാണ് സംസാരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ